സാറേ, ഖത്തറിലെ ഇന്ത്യൻ ജനതയെ വിഷമിപ്പിച്ച ഒരു കാര്യത്തെക്കുറിച്ചാണ് ഞാൻ ചോദിക്കുന്നത്. അതായത് സിഖുകാരുടെ വിശുദ്ധ ഗ്രന്ഥം ഖത്തറിലെ ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് എടുത്തുകൊണ്ടുപോയി. അപ്പോൾ അത് സംബന്ധിച്ച് സിഖ് ജനതയ്ക്ക് വളരെ മനോവിഷമം ഉണ്ടായി. ഇന്ത്യയിൽ അത് അറിയിച്ചു. അതൊരു വിവാദമായി പോലും കത്തിപ്പടരാൻ സാധ്യതയുള്ള സംഭവമാണോ? ഇതിപ്പോൾ ഈ മലയാള മാധ്യമങ്ങളിൽ കാണുന്നില്ല എങ്കിലും പൊതുവെ ഇന്ത്യൻ മാധ്യമങ്ങൾ സിഖുകാരുടെ ഒരു മതവികാരം വ്രണപ്പെടുത്തിയ വിഷയം എന്നുള്ള നിലയ്ക്ക് ഏറ്റെടുത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇത് ഈ സ്വരൂപ് എന്ന് പറയും. ചില സ്ഥലങ്ങളിൽ സ്വരൂപ് എന്നും കാണുന്നുണ്ട്. പക്ഷെ സിഖുകാർ സ്വരൂപ് എന്ന് പറയുന്നു എന്നാണ് തോന്നുന്നത്. പഞ്ചാബിയിൽ ബിർ എന്നും പറയും. എന്ന് പറഞ്ഞാൽ കോപ്പി എന്നാണ് അർത്ഥം, ഗ്രന്ഥത്തിൻ്റെ കോപ്പി. പക്ഷെ നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒരു പുസ്തകത്തിൻ്റെ കോപ്പി പോലെ അല്ലല്ലോ സിഖുകാർ കരുതുന്ന ഗുരുഗ്രന്ഥ സാഹിബ്. അതിൻ്റെ ഒരു രീതിയൊക്കെ ഉണ്ട്. അത് നിർമ്മിക്കുന്നതിന് അതിൻ്റേതായ രീതികളുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അവർ സ്വരൂപ്, ബീർ എന്നൊക്കെ പറയുന്നത്. ഒരു പുസ്തകം, ബുക്ക് എന്നല്ല അവർ പറയുക, കോപ്പി ഒന്നുമല്ല. പക്ഷെ നമുക്ക് പ്രേക്ഷകർക്ക് മനസ്സിലാകാനായിട്ട് രണ്ട് സ്വരൂപ്, ഗുരുഗ്രന്ഥ സാഹിബിൻ്റെ രണ്ട് സ്വരൂപ് എടുത്തുകൊണ്ട് പോയി എന്നാണ് വാർത്തകളിൽ കാണുക. കോപ്പി എന്നല്ല. പക്ഷെ നമുക്ക് സൗകര്യത്തിന് കോപ്പി എന്ന് പറയാം. രണ്ട് കോപ്പി ഗുരുഗ്രന്ഥ സാഹിബിൻ്റെ ഖത്തറിൽ പോലീസ് പിടിച്ചെടുത്ത് സ്റ്റേഷനിൽ കൊണ്ടുപോയി. ഇത് പോലീസ് സ്റ്റേഷനിൽ പൂജിക്കാനുള്ളതല്ലല്ലോ ഈ പുസ്തകം. സാധാരണ ഗുരുദ്വാരകളിൽ ഭക്തിയാദരപൂർവം അവർ സൂക്ഷിക്കുന്ന പുസ്തകമാണ്. ഇതാണ് ഖത്തറിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് സ്വരൂപ് അല്ലെങ്കിൽ ബിർ എന്ന് പഞ്ചാബിൽ പറഞ്ഞാൽ എന്താണ് എന്ന് ഞാൻ വിശദീകരിക്കാം. ഇത് 1430 പേജ് വരും ഈ വിശുദ്ധ ഗ്രന്ഥം. അപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ ഇത് 3 ഉണ്ടായിരുന്നു. ഇങ്ങനെ 3 കോപ്പി എന്ന് നമുക്ക് സൗകര്യത്തിന് പറയാം. 3 സ്വരൂപ്. അതിൽ അവിടെ നിന്ന് നമ്മൾ 13 അവിടെ ഉണ്ടായിരുന്നു. 3 അവിടെ ഈ ഗുരുദ്വാരകൾക്കൊക്കെ താലിബാൻ വന്നിട്ട് സുരക്ഷിതമല്ല എന്ന് തോന്നിയത് കൊണ്ട് 7 നമ്മൾ നേരത്തെ കൊണ്ടുവന്നിരുന്നു. 1-2 കൊല്ലത്തിൻ്റെ ഇടയ്ക്ക് 3 കൂടി കൊണ്ടുവന്നു. 7, 3, 10. ഇനിയിപ്പോൾ 3 മാത്രമേ അഫ്ഗാനിസ്ഥാനിലുള്ളൂ. 3 സ്വരൂപ് അല്ലെങ്കിൽ ബിർ അല്ലെങ്കിൽ 3 കോപ്പി ഗുരുഗ്രന്ഥ സാഹിബിൻ്റെ. 13 ഉണ്ടായതിൽ 10 നമ്മൾ വിശുദ്ധ ഗ്രന്ഥം എന്നുള്ളതിലേക്ക് ഇവിടെ പൂജിച്ച് സൂക്ഷിക്കാൻ. അവിടെ അങ്ങനെയൊന്നും പറ്റില്ലല്ലോ. അങ്ങനെ അപ്പോൾ ഈ ഓരോ പേജിലുള്ള ഈ മന്ത്രങ്ങൾ നമുക്ക് പറയാമല്ലോ, അത് ഒക്കെ ഒന്ന് തന്നെയാണ് ഈ 1400 പേജുകളിലൊക്കെ വരുന്നത്. ഇതിനെ ലിവിങ് ഗുരു എന്നാണ് പറയുക. ജീവിക്കുന്ന ഗുരുവായിട്ടാണ് ഈ പുസ്തകത്തിന്. കാരണം ഗുരുക്കന്മാരൊക്കെ തീർന്നല്ലോ. അപ്പോൾ ഇപ്പോൾ ജീവിക്കുന്ന ഗുരു എന്ന് പറഞ്ഞാൽ നമുക്കത് ഈ വിശുദ്ധ ഗ്രന്ഥമാണ് എന്നാണ് ഗുരു ഗോവിന്ദ് സിംഗ് സിഖുകാരെയൊക്കെ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു അചേതന വസ്തുവായിട്ടല്ല കരുതുന്നത്. നമ്മുടെ ജീവിക്കുന്ന ഗുരു ഈ ഗ്രന്ഥമാണ് എന്നാണ് അവർ കരുതുന്നത്. ഇത് 5ാമത്തെ ഗുരു അർജൻ ദേവ് 1604 ഈ ആദ്യത്തെ സ്വരൂപ്, ആദ്യത്തെ കോപ്പി ഉണ്ടാക്കുന്നത്. എന്നിട്ട് അത് സുവർണ ക്ഷേത്രത്തിൽ അമൃത്സറിൽ സൂക്ഷിച്ചു ഭക്തിയാദരപൂർവ്വം. 10ാമത്തെ ഗുരു ഗോവിന്ദ് സിംഗ്, അദ്ദേഹത്തിൻ്റെ പിതാവ് തേജ് ബഹാദൂർ 9ാമത്തെ ഗുരുവായിരുന്നു. ഈ ഗോവിന്ദ് സിംഗിൻ്റെ പിതാവ്, അച്ഛൻ, അദ്ദേഹം 9ാമത്തെ ഗുരുവായിരുന്നു തേജ് ബഹദൂർ എഴുതിയ ഈരടികളും കൂടി ഇതിൽ കൂട്ടിച്ചേർത്തു. ആദ്യത്തെ ഗുരു അർജൻ ദേവ് ഉണ്ടാക്കിയ സ്വരൂപിൽ ഗോവിന്ദ് സിംഗ് സ്വന്തം പിതാവ് എഴുതിയ ഈരടികളും കൂടി കൂട്ടിച്ചേർത്തു. അങ്ങനെ 2ാം തവണ ഒരു സ്വരൂപ് വിശുദ്ധ ഗ്രന്ഥം ഉണ്ടായി. പിന്നീട് കൂട്ടിച്ചേർക്കലുകളൊന്നും നടന്നിട്ടില്ല. ആ 2ാം ഘട്ടത്തിൽ കൂട്ടിച്ചേർത്തതായിരുന്നു അവസാനത്തെ. ഇനി ഒട്ടുണ്ടാകാനും പോകുന്നില്ല.
1708 ഗുരു ഗോവിന്ദ് സിംഗ് നേരത്തെ പറഞ്ഞ പോലെ ഈ ജീവിക്കുന്ന ഗുരു എന്ന് വിശേഷിപ്പിച്ചത് 1708 നിങ്ങൾക്ക് വേറെ ഗുരുക്കന്മാരൊന്നും വേണ്ട, ഈ വിശുദ്ധ ഗ്രന്ഥം മതി എന്ന് പറഞ്ഞു. 6 ഗുരുക്കന്മാരാണ് ഇത് എഴുതി പൂർത്തിയാക്കിയിട്ടുള്ളത്. 15 സന്യാസിമാരും ഉണ്ടായിരുന്നു. അതിൽ കബീർ, രവിദാസ്, ഫരീദ്, നാംദേവ് എന്നിവരൊക്കെ പെടും. 31 രാഗങ്ങളിൽ ഇത് ആലപിക്കാം ഈ ഗുരുഗ്രന്ഥ സാഹിബ്. ഇത് ശിരോമണി ഗുരുദ്വാര പ്രബന്ധ കമ്മിറ്റി സുവർണക്ഷേത്രത്തിലൊക്കെ എന്താ ചെയ്യുക എന്ന് വെച്ചാൽ, ജീവിക്കുന്ന ഗുരു എന്നുള്ള നിലയ്ക്ക് ഈ സ്വരൂപ് എടുത്തിട്ട് സുഖ് ആസൻ സ്ഥാൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് സച്ച് കണ്ട് എന്നും പറയും, അവിടെ കൊണ്ട് വയ്ക്കും രാത്രി. ഈ സുഖസുഷുപ്തിക്ക് വേണ്ടിയിട്ടാണ് ഈ വിശുദ്ധ ഗ്രന്ഥം. രാവിലെ ആകുമ്പോൾ പ്രകാശ് എന്ന് പറഞ്ഞിട്ടൊരു ചടങ്ങിൽ അവിടെ നിന്ന് ശയിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് വീണ്ടും തിരിച്ചു കൊണ്ടുവരും. എല്ലാവർക്കും കാണത്തക്ക വിധത്തിൽ അത് വയ്ക്കും. ഖത്തറിൽ ഈ 2 സ്വരൂപാണ് ദോഹയിൽ ഇത് പിടിച്ചെടുത്തിരിക്കുന്നത്. 2 പേരിൽ നിന്നെന്നും വാർത്തകളിൽ കാണുന്നുണ്ട്, 2 സംഘടനകളിൽ നിന്ന് എന്നും കാണാം. ആ സംഘടനയുടെ ചുമതലകൾ ഉള്ളവർ എന്ന അർത്ഥത്തിലായിരിക്കും. അതായത് ഖത്തർ സർക്കാർ പറയുന്നത് സർക്കാർ അനുമതിയില്ലാതെ പ്രവർത്തിച്ചിരുന്ന മതസ്ഥാപനങ്ങളാണ് ഇത്. അതുകൊണ്ട് അവിടുന്ന് ഞങ്ങൾ എടുത്തുകൊണ്ട് പോവാണ്. സത്യത്തിൽ ആ ഓഫീസുകൾ പൂട്ടുക എന്നുള്ളതല്ലേ മര്യാദയ്ക്ക് ചെയ്യേണ്ടത്. പുസ്തകം അതിൻ്റെ ആരുടെ കയ്യിലാന്ന് വെച്ചാൽ അത് കൈമാറാമല്ലോ. അങ്ങനെയല്ല, അതും എടുത്തുകൊണ്ടുപോയി എന്നുള്ളതാണ് പ്രശ്നം. അത് അവിടുത്തെ മതത്തിന് നിരക്കുന്നില്ല എന്ന് തോന്നിയത് കൊണ്ടായിരിക്കണമല്ലോ. ഇപ്പോൾ ഒരെണ്ണം തിരിച്ചു കിട്ടിയതായിട്ട് പറയുന്നുണ്ട്, മറ്റേത് പോലീസ് സ്റ്റേഷനിൽ തന്നെ ആയിരിക്കാം. അപ്പോൾ ഇതിപ്പോൾ ഈ എടുത്തുകൊണ്ട് പോയിട്ട് 8 മാസമായിട്ട് ഇപ്പോഴാണിത് ശിരോമണി ഗുരുദ്വാര പ്രബന്ധ കമ്മിറ്റിയിലൊക്കെ ഈ വിവരം കിട്ടുന്നത്. അത് അപ്പോൾ ഹർസിമ്രത് കൗർ ബാദൽ അവർ MP ആണ്. ആ MP ഒരു കത്ത് എഴുതിയിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ വിദേശകാര്യ വകുപ്പിന്. 35 കൊല്ലമായി ദോഹയിൽ ഇത് സൂക്ഷിച്ചിരുന്നതാണ്. പിന്നെ ഇത് ഇപ്പം എന്തിന് പിടിച്ചുകൊണ്ട് പോയി. UAE ഒക്കെ പോലെ UAEയിൽ ഗുരുദ്വാരയുണ്ട്, അതിന് അനുമതിയുണ്ട്. പക്ഷെ ഖത്തറിൽ ഗുരുദ്വാരയ്ക്ക് അനുമതിയില്ല. ഈ ഖത്തർ എന്നൊക്കെ പറഞ്ഞാൽ ഹമാസിനെയൊക്കെ സഹായിക്കുന്ന കൂട്ടരൊക്കെയാണല്ലോ. ഖത്തറിലാണ് ഹമാസിൻ്റെ നേതാവൊക്കെ താമസിച്ചിരുന്നത്. അപ്പോൾ UAE പോലെ ഒരു ഗുരുദ്വാര അവിടെ ഉണ്ടാക്കി ഇത് ഈ സ്വരൂപുകൾ അവിടെ സൂക്ഷിക്കാനുള്ള സൗകര്യം ചെയ്യണം എന്ന് പറഞ്ഞിട്ട് കത്തെഴുതിയിട്ടുണ്ട്. ഈ SGPC ശിരോമണി ഗുരുദ്വാര പ്രബന്ധ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ഹർജീത് സിംഗ് ധാമി അദ്ദേഹവും ഈ വിഷയം S ജയശങ്കറും ഒക്കെ ആയിട്ട് ടേക്കപ്പ് ചെയ്തിട്ടുണ്ട്. അകാൽ തഖ്ത് ജത്തേദാറിനെ ഇത് അറിയിച്ചത് ലണ്ടനിലെ സിഖ് സംഘടന കനയ്യ ഗുമാനി ദേറി എയ്ഡ് എന്ന് പറഞ്ഞ്, അതായത് UK-യിലെ ഒരു സിഖ് സംഘടനയാണ് ഈ വിവരം ഈ അകാൽ തഖ്തിൻ്റെ ജത്തേദാറിനെ ഇത് അറിയിച്ച്. അങ്ങനെയാണ് ഇത് പറയാൻ വൈകിയത്. അറിഞ്ഞതിനെ തുടർന്നിപ്പോൾ ഇത് ഇന്ത്യ നയതന്ത്ര തലത്തിലുമൊക്കെ ഈ ഖത്തറുമൊക്കെ ആയിട്ട് സംസാരിക്കുന്നതായിട്ടൊക്കെ വാർത്തയിൽ കാണുന്നുണ്ട്.